ദേശീയപാത 66 പൂർത്തീകരിച്ച റീച്ചുകൾ ജനുവരിയിൽ തുറക്കും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി PA മുഹമ്മദ് റിയാസും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഈ പ്രഖ്യാപനം. 450-ലധികം കിലോമീറ്റർ പ്രവൃത്തി പൂർത്തിയായി. 16 റീച്ചുകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എല്ലാ ഇടപെടലും നടത്തുമെന്ന് ഗഡ്കരി ഉറപ്പു നൽകി. ഡിസംബറിൽ തന്നെ പരമാവധി റീച്ചുകൾ പൂർത്തിയാക്കും. ജനുവരിയിൽ ഉദ്ഘാടന ചടങ്ങിൽ നിതിൻ ഗഡ്കരി നേരിട്ട് പങ്കെടുക്കും. ദേശീയപാത വികസനത്തിൽ കേരളത്തിന്റെ മികച്ച ഇടപെടലുകൾ കണക്കിലെടുത്ത് സ്ഥലം ഏറ്റെടുപ്പിന്റെ ബാക്കി തുകയായ 237 കോടി എഴുതിത്തള്ളുമെന്നും ഗഡ്കരി അറിയിച്ചിട്ടുണ്ട്. ദേശീയപാത വികസനമടക്കം പശ്ചാത്തല സൗകര്യ വികസനത്തിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന വലിയ ഇടപെടലുകളുടെ വിജയമാണിത്. രാജ്യത്ത് ദേശീയപാത വികസനത്തിന് ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ച സംസ്ഥാനം കേരളമാണ്. 5580 കോടി രൂപയാണ് ഭൂമി ഏറ്റെടുക്കുന്നതിന് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സംസ്ഥാനം ചിലവഴിച്ചത്. മിക്ക സംസ്ഥാനങ്ങളിലും റോഡ് വികസനം കേന്ദ്രം നേരിട്ട് നടത്തുമ്പോഴാണ് NH66 വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ 25% ചെലവ് കേരളം വഹിച്ചത്. ഒരിക്കലും നടപ്പാക്കാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ് 2014 അന്നത്തെ UDF സർക്കാർ പൂട്ടിക്കെട്ടിയ പദ്ധതിയാണ് LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്.